അത് കാണുമ്പോൾ പലരും വിചാരിക്കും ഇന്ത്യൻ പാസ്പോർട്ടിന് ഭയങ്കര വിലയാണെന്ന്. പക്ഷേ യാത്ര ചെയ്യുന്നവർക്കറിയാം ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില വളരെ ചെറുതാണ്. ഞാൻ ബംഗ്ലാദേശും പാകിസ്ഥാനും അല്ലെങ്കിൽ ശ്രീലങ്കയും ചൈനയായിട്ടും അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനൊക്കെ ആയിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. ലോകത്ത് 195 രാജ്യങ്ങൾ ഉണ്ടെന്ന് ഓർക്കണം. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ വില വളരെ ദയനീയമാണ്. മാഹിനിട്ട ഒരു സ്റ്റോറി ഞാൻ കാണാനിടയുണ്ടായി. അപ്പോൾ മാഹിനിട്ട സ്റ്റോറി എന്ന് പറയുന്നത് ടുഡേ ഈസ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫെയിലിയർ. മൈ വൺ ഓഫ് ദ ബിഗസ്റ്റ് ലൈഫ് ഫെയിലിയർ ഈസ് ദാറ്റ് ഐ ബോൺ വിത്ത് ദിസ് പാസ്പോർട്ട്. എന്നിട്ട് ബ്രാക്കറ്റിൽ വിത്ത് ഡ്യൂ റെസ്പെക്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പാസ്പോർട്ടായിട്ട് ജനിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഫെയിലിയർ എന്നാണ് 90-ലധികം രാജ്യങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് സന്ദർശിച്ച മാഹിൻ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം ഞാൻ വാട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മാഹിൻ അങ്ങനെ പറഞ്ഞത് മോശമായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം മാഹിൻ ഒരു റീൽ ഇട്ടു. ആ റീൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മാഹിനെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വീഡിയോയിൽ ഫസ്റ്റ് നിങ്ങൾ കണ്ട ആ ഒരു വീഡിയോയിൽ പറഞ്ഞ ആ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് ഇന്ത്യൻ പാസ്പോർട്ടിനെ ഭയങ്കരമായിട്ട് അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് മാഹിനെതിരെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് കമൻസ് വരുന്നുണ്ട്. മതത്തിനെ പറ്റി പറഞ്ഞുകൊണ്ടുള്ള കമൻസൊക്കെ മാഹിനെതിരെ വരുന്നുണ്ടായിരുന്നു. ഇത് മെയിനായിട്ട് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മാഹിൻ ഉക്രൈനിലേക്ക് പോകാൻ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് പോയി സംസാരിച്ച സമയത്ത് അതിനുള്ള അനുമതി കൊടുത്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനാണ് മാഹിൻ ഇതേ കണക്കൊരു വീഡിയോ തൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇന്ത്യൻ പാസ്പോർട്ടിനെ കുറിച്ച് ഇതിൻ്റെ ഒരു വാല്യൂവിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചെറിയ പാർട്ടാണ് നിങ്ങൾ ആദ്യമേ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ കുറേയധികം നേരിട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ എംബസിയിൽ നിന്നൊക്കെ ഇറങ്ങി വരുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴും അതേ കണക്കാണ് സംഭവിച്ചത്. ഇനി കുറേയധികം പേര് എന്നെ രാജ്യദ്രോഹി എന്നൊക്കെ ആക്കാനുള്ള ശ്രമിക്കാം ഈ ഒരു വീഡിയോ വരുമ്പം. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആ ഒരു വീഡിയോയുടെ താഴെ വരുന്ന കമൻസ് മൊത്തം മാഹിനെതിരെയാണ് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കുറേയധികം പേര് പേഴ്സണലായിട്ട് മാഹിനെതിരെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചുകൊണ്ടുള്ള DMസിൽ പോയി മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. മറ്റു ചിലരാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാതെ അല്ലെങ്കിൽ ചീത്ത വിളിക്കാതെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ ഒരു പാസ്പോർട്ട് വെച്ചിട്ട് തന്നെയല്ലേ മാഹിൻ ഇത്രയും നാളും രാജ്യങ്ങളെല്ലാം സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ പറഞ്ഞത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ള രീതിയിലും പറയുന്നുണ്ടായിരുന്നു. ഇതിന് റിപ്ലൈ ആയിട്ട് ഇപ്പം സുജിത് ഭക്തൻ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലിട്ട വീഡിയോയിലെ ഒരു ചെറിയ ക്ലിപ്പാണ് കണ്ടിട്ടുള്ളത്. അദ്ദേഹം ഇതേ കണക്ക് ഇങ്ങനെ പറഞ്ഞ് ശരിയായില്ല എന്ന് പറഞ്ഞ് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്.